ഹരേ കൃഷ്ണ. നമുക്ക് ആവണങ്ങാട്ട് കളരിയും ചാത്തന്മാരെ പറ്റിയുമുള്ള കഥ എന്താണ് ഐതിഹ്യമാലയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഞാൻ ഐതിഹ്യമാല വായിച്ചപ്പോൾ അതിൽ ഈ വിധമാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചു. ഇപ്പോൾ ധാരാളം ആളുകൾ ആവണങ്ങാട്ട് കളരിയിൽ അവിടുത്തെ ചാത്തന്മാരെ പറ്റിയുമൊക്കെ കേട്ടിട്ടുണ്ടാവും. ധാരാളം ആളുകൾ അവിടെ പോയി തൊഴുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഐതിഹ്യമാലയിൽ ആ കുടുംബത്തെ പറ്റി പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ആവണങ്ങാട്ട് കളരി എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അവിടെ പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആവണങ്ങാട്ട് കളരി ഉള്ളത്. ആ ഗൃഹത്തിൽ അവിടെ ഒരു ഗൃഹമുണ്ടായിരുന്നു, ഒരു തറവാടായിരുന്നു. ആ ഗൃഹത്തിൽ ഒരു കാലത്ത് ഒരു പുരുഷൻ മാത്രം അവശേഷിച്ചു, മറ്റു സ്ത്രീകളൊന്നുമില്ല. അങ്ങനെ ഒരു പുരുഷൻ മാത്രം അവശേഷിച്ച ഒരു കാലമുണ്ടായിരുന്നു. ഒരു പണിക്കരായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. ആ പണിക്കർ മാത്രമേ അന്ന് അവശേഷിച്ചുള്ളൂ. അപ്പോൾ ആ പണിക്കർ ഗുരുവായൂരിന് സമീപം കണ്ണഞ്ചിറ എന്ന ദിക്കിൽ നിന്ന് ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ആ ദമ്പതിമാർക്ക് ഉണ്ണിത്താമനെന്നും കേളുണ്ണിയെന്നും 2 പുത്രന്മാരും കുറച്ച് സ്ത്രീ സന്താനങ്ങളും ഉണ്ടായി. തൻ്റെ അവസാന കാലത്ത് പണിക്കർ തൻ്റെ സർവസ്വവും, അതായത് തൻ്റെ മുഴുവൻ സ്വത്തുക്കളും തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമായി കൊടുക്കുകയും അവരെ കുടുംബാവകാശികളാക്കി മാറ്റുകയും ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾക്ക് ആവണങ്ങാട്ട് പണിക്കർ എന്ന ഒരു സ്ഥാനപ്പേര് ലഭിച്ചത്. പിതാവ് മരിച്ചതിനു ശേഷം ഈ ഉണ്ണിത്താമ പണിക്കരും കേളുണ്ണി പണിക്കരും കുറച്ചു കാലം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അമ്മാവൻ്റെ ഗൃഹത്തിൽ പോയി താമസിച്ചു. ആ ഗൃഹക്കാർ പുരാതന കാലം മുതൽക്ക് തന്നെ വലിയ വിദ്വാൻമാരും മാന്ത്രികരുമായിരുന്നു. അതിനാൽ അവരുടെ സഹവാസവും അഭ്യാസവും നിമിത്തം ഇവരും വലിയ വിദ്വാൻമാരും മന്ത്രവാദികളുമൊക്കെ ആയിത്തീർന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം അവർ മടങ്ങി വന്ന് പിതാവിൻ്റെ ഗൃഹത്തിൽ താമസിക്കാനായിട്ട് തുടങ്ങി. മന്ത്രവാദികൾക്ക് അവരുടെ കർമ്മങ്ങൾ ശരിയായി ഫലിക്കുന്നതിന് ഏതെങ്കിലും ഒരു മൂർത്തിയെ സേവിച്ച് പ്രത്യക്ഷമാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനാൽ ഉണ്ണിത്താമ പണിക്കരും കേളുണ്ണി പണിക്കരും ഗണപതിയെ സേവിച്ച് പ്രത്യക്ഷരാക്കി. അങ്ങനെ ഇവർക്ക് 2 പേർക്കും ഇരിക്കുവാൻ മതിയാകുന്ന അത്രയും വിസ്തീർണത്തിലുള്ള ഒരു കിണർ കുഴിപ്പിച്ച് അതിൽ ഇറങ്ങിയിരുന്ന് തപസ് ചെയ്താണ് ഗണപതിയെ ഇവർ പ്രത്യക്ഷപ്പെടുത്തിയത്. എന്നാൽ ആ കിണറിന് വളരെ താഴ്ചയുണ്ടായിരുന്നെങ്കിലും അതിലൊട്ടും തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല. അതിനാൽ അതിൻ്റെ അടിയിലും മുകളിലും കല്ല് പാകിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇറങ്ങാനായിട്ട് ഒരു വശത്തുകൂടി ഒരു വഴിയും ഉണ്ടായിരുന്നു. അതിനുശേഷം ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ധാരാളം പൂജകൾ ഇവർ ചെയ്യുകയും ആ പൂജകൾക്കൊക്കെ ഫലസിദ്ധി ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ കുറച്ചും കൂടി നന്നായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുകയും അക്കാലത്ത് പഞ്ചനെല്ലൂർ ഭട്ടതിരി എന്ന് പ്രസിദ്ധനായിട്ട് ഉള്ള ഒരു മാന്ത്രികൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ചാത്തന്മാരെ സേവിച്ച് പ്രത്യക്ഷപ്പെടുത്തി തൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ആക്കി തീർത്തിരുന്നു. ആദ്യം അദ്ദേഹത്തിൻ്റെ അധീനതയിൽ 400 ചാത്തന്മാരാണ് ഉണ്ടായിരുന്നത്, അതായത് ഈ പഞ്ചനെല്ലൂർ ഭട്ടതിരിക്ക്. അവരിൽ 10 മൂർത്തികളെ പ്രസിദ്ധ മാന്ത്രികനായ കാട്ടുമാടസ് നമ്പൂതിരിക്ക് വിട്ടുകൊടുത്തതുപോകെ 390 ചാത്തന്മാരാണ് പിന്നീട് ഭട്ടതിരിക്കുണ്ടായിരുന്നത്. ആ ചാത്തന്മാർ മുഖാന്തരം ഭട്ടതിരിയും അനേകം കാര്യങ്ങൾ സാധിക്കുകയും മറ്റുള്ളവർക്ക് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഗണപതി മുഖാന്തരം പണിക്കർ സാധിപ്പിച്ചിരുന്നതിലധികം കാര്യങ്ങൾ ഭട്ടതിരി ചാത്തന്മാർ മൂലം സാധിച്ചിരുന്നു. ഗണപതിയെ കൊണ്ട് ദാസ്യവൃത്തിയൊന്നും ചെയ്യിക്കാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് ആ രീതിയിലുള്ള പൂജകൾ മാത്രമേ ഈ പണിക്കർമാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. എന്നാൽ ചാത്തരെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കാം. ചാത്തനെ ഉപാസിച്ച് തൻ്റെ
വരുതിയിൽ വരുത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നുവോ അതൊക്കെ ചാത്തൻ ചെയ്തു തരുമായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിനായി പണിക്കരുടെ അടുക്കൽ ചെല്ലുന്നതിലും അധികം ആളുകൾ ഭട്ടതിരിയുടെ അടുക്കൽ ചെല്ലുമായിരുന്നു. അതിനാൽ കൂടുതൽ ആദായവും കിട്ടിയിരുന്നത് ആർക്കാണ്? ഭട്ടതിരിക്കാണ്. ഈ വർത്തമാനം അറിഞ്ഞതിനാൽ ഏതുവിധവും ചാത്തന്മാരെ സ്വാധീനപ്പെടുത്തണമെന്ന ഒരാഗ്രഹം പണിക്കർക്ക് കലശമായി. അതിനാൽ ആ സഹോദരന്മാർ രണ്ടുപേരും പഞ്ചനെല്ലൂർ ഭട്ടതിരിയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ചാത്തന്മാരിൽ ചിലരെ തങ്ങൾക്ക് വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഭട്ടതിരി താനൊരു ബ്രാഹ്മണനായിരിക്കുന്ന സ്ഥിതിക്ക് ചാത്തന്മാരെ സേവിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര ഉത്തമമല്ലെന്നും തനിക്ക് ഈശ്വരന്മാരായിട്ടുള്ള മൂർത്തികളിൽ ആരെയെങ്കിലും സ്വാധീനപ്പെടുത്തണമെന്നും അതിന് ആവണങ്ങാട്ട് പണിക്കരുടെ ഗണപതിയെ തന്നെ ആയാൽ കൊള്ളാമെന്നും വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ചാത്തന്മാരെ യഥാക്രമം സേവിച്ചുകൊണ്ടിരിക്കുന്നവരായ ആരെയെങ്കിലും ഏൽപ്പിക്കാതെ വെറുതെ വിട്ടയച്ചാൽ അവർ ഉപദ്രവിച്ചേക്കുമോ എന്നുള്ള ഭയവും ഭട്ടതിരിക്കുണ്ടായിരുന്നു. അതിനാൽ ഉണ്ണിത്താമ പണിക്കരും സഹോദരനും കൂടി ചെന്ന് അപേക്ഷിച്ച ഉടനെ തന്നെ ഭട്ടതിരി തൻ്റെ കയ്യിലുള്ള 390 ചാത്തന്മാരെയും പണിക്കർക്ക് വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം പറഞ്ഞു, പണിക്കരുടെ ഗണപതിയെ തനിക്ക് വിട്ടുതരണം. ചാത്തന്മാരെ കൊണ്ടുപോകുന്നിടത്തോളം ഉപകാരവും ആദായവും ഗണപതിയെ കൊണ്ടുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിയ പണിക്കര് ഗണപതിയെ വിട്ടുകൊടുത്തിട്ട് ചാത്തന്മാരെ സ്വീകരിച്ചു. അങ്ങനെ ചാത്തന്മാരെ സേവിക്കാനുള്ള ക്രമങ്ങൾ ഭട്ടതിരി പണിക്കർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും അങ്ങനെ ആവണങ്ങാട്ട് ഗണപതി പഞ്ചനെല്ലൂർ ഗണപതിയായും പഞ്ചനെല്ലൂർ ചാത്തന്മാർ ആവണങ്ങാട്ട് ചാത്തന്മാരായി തീരുകയും ചെയ്തു. ഉണ്ണിത്താമ പണിക്കരും കേളുണ്ണി പണിക്കരും തപസ് ചെയ്ത് ഗണപതിയെ പ്രത്യക്ഷപ്പെടുത്തിയ ആ കിണറിൻ്റെ മേൽഭാഗം കല്ലുപാകി അടച്ചിരുന്നു. അവിടെ അവർ ഒരു മുല്ലത്തറയാക്കുകയും ആ മുല്ലത്തറയിൽ ചാത്തന്മാരെയെല്ലാം കുടിയിരുത്തുകയും ചെയ്തു. ഈ ചാത്തന്മാരെല്ലാം ശ്രീ പരമേശ്വരന് വിഷ്ണുമായയിൽ നിന്നു ജനിച്ച പുത്രന്മാരാണെന്നും മായയ്ക്ക് അധീനരായിട്ടാണ് അവർ വർത്തിക്കുന്നതെന്നുമാണ് വിശ്വസിച്ചു പോരുന്നത്. ആവണങ്ങാട്ട് ശ്രീകോവിൽ പണി കഴിപ്പിച്ച് അതിനുള്ളിൽ വിഷ്ണുമായയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മായയുടെ രൂപം അര മുതൽ കീഴ്പോട്ട് സ്ത്രീയും മേൽപോട്ട് പുരുഷനുമായിട്ടാണ് കാണപ്പെടുന്നത്. അവിടെ 2 നേരം പൂജയുമുണ്ട്. ചാത്തന്മാരെ സേവിക്കാനുള്ള മുറകൾ ഉണ്ണിത്താമ പണിക്കർക്കും കേളുണ്ണി പണിക്കർക്കും പഞ്ചനെല്ലൂർ ഭട്ടതിരി ഉപദേശിച്ചതുപോലെ ഇവരുടെ ഒരു ഭാഗിനേയനായ കുഞ്ചുണ്ണി പണിക്കർക്കും ഉപദേശിച്ചിരുന്നു. ഇവർ 3 പേരും ചാത്തന്മാരെ സേവിച്ച് പ്രത്യക്ഷമാക്കുകയും ചെയ്തിരുന്നു. ഇവർ 3 പേരും ചരമഗതിയെ പ്രാപിച്ചതു ശേഷം അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി വിഷ്ണുമായയുടെ ശ്രീകോവിലിൽ തന്നെ പ്രതിഷ്ഠിച്ചു. ഇവർ മന്ത്രവാദത്തിന് പോയി ചില സ്ഥലങ്ങളിൽ നിന്നും ആകർഷിച്ചു കൊണ്ടുപോന്നിട്ടുള്ള ചില ദേവതകളും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാം പതിവായി പൂജ നടത്തി വരുന്നുമുണ്ട്. ഈ വിഗ്രഹങ്ങളിൽ വിഷ്ണുമായയുടെയും കുഞ്ചുണ്ണി പണിക്കരുടെയും സ്വർണം കൊണ്ടും ബാക്കിയുള്ളവ വെള്ളി കൊണ്ടും ഉണ്ടാക്കിയതാണ്. ഇവിടെ അമാവാസി, പൗർണമി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ശാക്തേയ രീതിയിലുള്ള ചില കർമ്മങ്ങളും പതിവുണ്ട്. ചാത്തന്മാരെ ഉദ്ദേശിച്ച് ഇവിടെ പ്രധാനമായി ചെയ്യുന്നത് വെള്ളാട്ട് കർമ്മം എന്ന ഒരു കർമ്മമാണ്. ആവണങ്ങാട്ട് പണിക്കരുടെ ഗൃഹത്തിൽ നിന്ന് ഏകദേശം 1 നാഴിക അകലെയായി ഏറ്റവും ധനവാനായ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് ചാത്തന്മാരെ ഒന്നും നല്ല വിശ്വാസമില്ലായിരുന്നു. എന്നാൽ ആ മൂർത്തികൾക്ക് എന്തോ ഒരു ശക്തി ഇല്ലയോ എന്നൊരു സംശയവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരു തവണ വെള്ളാട്ടുകർമ്മം കാണുന്നതിന് ഈ മനുഷ്യനും പോയിരുന്നു. എല്ലാവരും കാണിക്കയിടുമ്പോൾ
താനും വല്ലതും ചെയ്യാതിരുന്നാൽ അത് മോശമാകുമോ എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരണ മാത്രം കൊണ്ടുപോയിരുന്നു. കർമാവസാനത്തിങ്കൽ വെളിച്ചപ്പാട് തുള്ളി ചില പ്രാർത്ഥനക്കാരോടും മറ്റും ഓരോന്ന് കൽപ്പിച്ച് നടന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന്, ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരണ ഇവിടെ കൊടുത്തേക്കൂ, ബാക്കി ഒരു സംഖ്യ പറഞ്ഞു, ആ സംഖ്യ നാളെ കൊണ്ടുവന്ന് കൊടുത്തേക്കണം, കൊടുത്തില്ലെങ്കിൽ വലിയ ഉപദ്രവമുണ്ടാകും എന്ന് കൽപ്പിച്ചു. താൻ ഒരണ മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മറ്റാരും അറിഞ്ഞിരുന്നുമില്ല. അതിനാൽ വെളിച്ചപ്പാടിൻ്റെ കൽപ്പന കേട്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെടുകയും ചാത്തന്മാരെക്കുറിച്ച് മനസ്സിൽ വിശ്വാസം ജനിക്കുകയും ചെയ്തു. വെളിച്ചപ്പാട് കൽപ്പിച്ച സംഖ്യ പിറ്റേ ദിവസം അദ്ദേഹം കൊണ്ടുവന്നു കൊടുക്കുക എന്ന് മാത്രമല്ല, ആ സംഖ്യ ആണ്ടുതോറും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും ഇപ്പോഴും കൊടുത്തു വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു തവണ വെള്ളാട്ടുകർമ്മം നടന്നുകൊണ്ടിരുന്നപ്പോൾ പിറ്റേ ദിവസത്തെ ചെലവിന് വകയൊന്നും കാണായികയാൽ പണിക്കർ വളരെ വിഷമിച്ചു. ആ സമയം വെളിച്ചപ്പാട് തുള്ളി പണിക്കരെ വിളിച്ചിട്ട്, ഒട്ടും വിഷമിക്കേണ്ട, ഒരു നല്ല സംഖ്യ ഇപ്പോൾ ഇവിടെ വരുമെന്ന് കൽപ്പിച്ചു. ഒരു നാഴിക കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു വലിയ സംഖ്യ പണിക്കരുടെ അടുക്കൽ കൊണ്ടുചെന്ന് കൊടുത്തിട്ട്, ഒരു കാര്യസിദ്ധിക്കായി പ്രാർത്ഥിച്ചിരുന്നു, അതിൻ്റെ പണമാണ്. ഈ സംഖ്യ ഞാൻ തയ്യാറാക്കി വെച്ചിട്ട് കുറച്ച് ദിവസമായി, ജോലി തിരക്കുകൾ കൊണ്ട് സമയം കിട്ടാത്തതിനാലാണ് ഇതുവരെ കൊണ്ടുവന്ന് തരാതിരുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ അവിടെ നടക്കാറുണ്ട്. ഐതിഹ്യമാലയിൽ കുറച്ച് കൂടുതൽ അത്ഭുത പ്രവർത്തികളെ പറ്റി പറയുന്നുണ്ട്. ഞാനിന്ന് ഇത് പറഞ്ഞത് എങ്ങനെയാണ് ആ കുടുംബത്തിന് ചാത്തന്മാരെ കിട്ടിയത്, അവരെങ്ങനെയാണ് ചാത്തന്മാരെ ഉപാസിക്കാൻ തുടങ്ങിയത്, എത്രത്തോളം ശക്തിയാണ് ആ വിഷ്ണുമായ ഭഗവാനും അദ്ദേഹത്തിൻ്റെ ചാത്തന്മാർക്കുമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഐതിഹ്യമാലയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. ഇതുപോലുള്ള കഥകളായി നമുക്ക് മുമ്പോട്ട് പോകാം. ഹരേ കൃഷ്ണ.